നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ചിന്തകളും പ്രലോഭനങ്ങളും നമ്മെ വേട്ടയാടാറില്ലേ? എന്നാൽ ഈ വീഴ്ചകളെ ദൈവകൃപയാൽ നേരിടുമ്പോഴാണ് നാം ആത്മീയമായി കൂടുതൽ ശക്തരാകുന്നത്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷ ഭാഗത്തിലൂടെ മത്തായി 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ യേശു നമ്മെ ക്ഷണിക്കുന്നത് കേവലം ബാഹ്യമായ നിയമപാലത്തിനപ്പുറം ഹൃദയത്തിന്റെ ആന്തരിക ശുദ്ധിയിലേക്കാണ്. പാപം പ്രവൃത്തിയിലെത്തുന്നതിന് മുൻപ് അത് ജനിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യവുമാണ്. ഫ്രം എ നെർവസ് സിസ്റ്റം പെർസ്പെക്റ്റീവ്, കണ്ണും കൈയും പോലുള്ള അമൂല്യ അവയവങ്ങൾ പോലും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു എങ്കിൽ അവയേക്കാൾ ദൈവരാജ്യത്തിന് വില നൽകാൻ നാം തയ്യാറാകണം എന്നതാണ് ഈ വചനഭാഗത്തിന്റെ അന്തസത്ത. കുടുംബ ബന്ധങ്ങളുടെയും വിശുദ്ധി, പരസ്പര വിശ്വസ്തതയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സുവിശേഷ ഭാഗം അടിവരയിട്ട് പറയുന്നു. ജീവിതത്തിലെ പ്രലോഭനങ്ങളെയും തെറ്റായ ആഗ്രഹങ്ങളെയും ദൂരെ എറിഞ്ഞ് ക്രിസ്തുവിലുള്ള പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് വളരാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, തയ്യാറെടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ദൈവഹിതത്തിന് അനുസൃതമായി വിശുദ്ധീകരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് നാം യാചിക്കേണ്ടതുണ്ട്, നിരന്തരമായി തന്നെ. പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ധീരമായി പിന്തിരിയാനുള്ള ആത്മീയ ശക്തിക്കായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ഒരുമിച്ച്. നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ദൈവത്തിന്റെ കരുതൽ എപ്പോഴുമുണ്ട് എന്നും തിരിച്ചറിയുക. പ്രിയ സഹോദര, സഹോദരി, യു ആർ എ ട്രൂ ബ്ലെസ്സിങ്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള സൂപ്പർ താങ്ക്സ് ബട്ടണോ അതേപോലെ തന്നെ ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ഈ സ്പിരിച്വൽ ജേർണിയിൽ പങ്കാളികളാവുന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ഈ വചന സന്ദേശം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാമല്ലോ. ഗാഡ് ബ്ലെസ് യു.